ഹായ് സോൾസ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡി എം നെ ഇങ്ങനെ നമ്മൾ ഹീൽ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ 10 ഇയേഴ്സൊക്കെ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ 10 ഇയേഴ്സ് വെയിറ്റ് ചെയ്തു എന്നല്ല, ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് 10 ഇയേഴ്സ് ആയെങ്കിലും 3 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള സെപ്പറേഷനായിട്ട് ആ സമയത്താണ് ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിഞ്ഞത്. പണ്ടും ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ആ വേർഡിലേ അറിയുള്ളൂ, അപ്പോൾ അങ്ങനെ അറിയാമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വീഡിയോ, ആ കമൻറ്റ് ഇട്ട ആൾ ഒരു ട്വിൻ ഫ്ലെയിം അല്ലാന്ന് തോന്നുന്നു. കൈൻഡ് ഓഫ് ഒരു വീഡിയോ കാണുന്നൊരു പേഴ്സൺ ആയിരിക്കാം. കാരണം ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരാണെങ്കിൽ ഈ ഒരു ജേണിയാണെന്ന് മനസ്സിലാക്കി വേറൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അതെന്തായാലും സക്സസ് എന്നല്ല, ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു കർമ്മ ഉണ്ട്, നമ്മൾ കല്യാണം കഴിക്കണം എന്നൊരു കർമ്മം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊരു മാരേജ് ചെയ്യേണ്ടി വരും, പോസിബിലിറ്റി ഉണ്ടായിരിക്കാം. മേ ബി നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു കർമ്മ തരുന്ന ഒരാളിൽ നിന്ന് ഇപ്പോൾ ഒരു ബേബി ഉണ്ടാവണമെന്നൊരു കർമ്മ ഞാൻ എൻ്റെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രപ്പോസൽസും മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ മുടങ്ങി പോവുക. അപ്പോൾ തന്നെ ഫാമിലിക്കും പിന്നെ മനസ്സിലായി അത് അവരെ തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ യൂണിവേഴ്സ്, എനിക്കത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ വേറൊരു പേഴ്സണെ അതിപ്പോൾ മാട്രിമോണി വഴിയോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കരുതി, കുറേ ആപ്സിലോ ഡേറ്റിംഗ് ആപ്സും അങ്ങനത്തെ ചുമ്മാ ഞാൻ വിചാരിച്ചു നമുക്കൊരു മൊമെൻറ്റിൽ നമുക്കൊരു ഭയങ്കരമായിട്ട് ബോറടിക്കുക, മീൻസ് ജസ്റ്റ് എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്ത് ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തേ. എനിക്ക് തോന്നുന്നു അരികെയെന്ന് തോന്നുന്നു. എനിക്ക് അരികെ ഡൗൺലോഡ് ചെയ്തിട്ട് ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ ഇടാനും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എറർ കാണിക്കാം. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. അതെനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായത് യൂണിവേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നതാണ്, അതിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. അതെനിക്ക് എപ്പോഴും എൻ്റെ മാരേജ് വേറൊരു പേഴ്സണായിട്ട് നോക്കുമ്പോഴും എപ്പോഴും ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വേറൊരു പാർട്ട്ണർ ഉണ്ടാവില്ലായിരിക്കാം. യൂണിവേഴ്സിൻ്റെ ഇതാണ്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അരികെ ചെയ്ത് എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തേക്കിന് അത് ഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ട് നോക്കിയപ്പോഴും എനിക്ക് ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റോപ്പ് ആവുക. ബാക്കി ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നുണ്ട്, എനിക്കത് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം അതിലേക്കൊന്നും പോകേണ്ടി വേണ്ട, നീ നിൻ്റെ ഹീലിംഗ് ചെയ്യും, നിൻ്റെ സമയത്ത് ആ ഒരു ആൾ വരും. ഐ മീൻ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ പിന്നെ ഒരു കമൻറ്റ് ചോദിച്ചിട്ട്, കാരണം നമ്മൾ കമൻറ്റിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളുടെ ടോണ് എങ്ങനെയാണെന്ന് അവർക്ക് നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നാകുമ്പോൾ നമ്മൾ ചാറ്റ് റിപ്ലൈ കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർക്ക് അത് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ടോണല്ല കേൾക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്, നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായവർ അതറിഞ്ഞിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഫോഴ്സ്ഫുള്ളി പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴൊന്നും എനിക്ക് ഒന്നും ശരിയായില്ല, എല്ലാം ബ്ലോക്കായിരുന്നു. സോ ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ഹീലിങ്ങിലേക്കും എൻ്റെ സോൾ പർപ്പസിലേക്കും ടാരോ റീഡിങ്ങും എൻ്റെ ഹീലിംഗ് കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നിലൂടെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഹീലിങ്ങും എല്ലാം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അതിനാവശ്യമുള്ളവർ ഹീൽ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ എനിക്കൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റിയുടെ എൻഗേജ്മെൻറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചു, ഹൗ ഈസ് യുവർ സ്പിരിച്വൽ ജേർണി ഗോയിങ്. കാരണം ഞാൻ അവിടെ മനസ്സിലാക്കിയത്, ഇപ്പോൾ എല്ലാവരും എത്ര ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ പോലും എല്ലാവരും പല പല സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഭയങ്കര ബ്രേക്ക് ഡൗൺസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊന്നും സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്, സ്പിരിച്വൽ ജേണിയിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നോ, അല്ലെങ്കിൽ ഞാൻ പീസായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ടായിട്ട്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാവർക്കും വരുന്നുണ്ട്. ലൈക്ക് ആദ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ചെറുതല്ലേ, ലൈക്ക് 26, പക്ഷേ ചിലവരുടെ കോൺസെപ്റ്റിൽ, ബോയ്സിൻ്റെ കോൺസെപ്റ്റിലൊക്കെ പ്രായമാകുമ്പോഴാണ് സ്പിരിച്വൽ ജേർണി വേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ സ്പിരിച്വലായിട്ടുള്ള പോസ്റ്റൊക്കെ ഇടുമ്പോൾ അവർ പറയാറുണ്ട്, വട്ടായി, ഇപ്പം തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് 60 വയസ്സിലൊക്കെ പോരെയെന്ന്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്,
എന്താണ് സ്പിരിച്വൽ. അമ്പലം അല്ല, ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അമ്പലം കൂട്ടിത്തരാം. ഞാൻ പറഞ്ഞു അതല്ലല്ലോ, ഒരു വണ്ണസ് അല്ല, അമ്പലത്തിലേക്ക് പോയിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ല എൻ്റെ, റിലീജിയസ് ആയിട്ടുള്ളതല്ല, വണ്ണസ്. ഞാൻ എന്നെ കണ്ടുപിടിച്ച സംഭവമാണ്, അവിടെ നിർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പലവരും പല ബ്രേക്ക് ഡൗൺസിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാത്തിൻ്റെ ഒരു ഒരു വേ ടു നോ യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസിൻ്റെ ക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മളെ കണ്ടുപിടിക്കുമ്പോഴാണ്. നമ്മളെ അറിയുമ്പോൾ നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നു, ഫോർഗീവ്നെസ് ചെയ്യുന്നു, നമ്മുടെ എനർജി ഹൈ വൈബ്രേഷനിലേക്ക് എത്തിക്കുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റിൽമെൻ്റ് ആവും. സോ ഞാൻ എൻ്റെ ഡിവൈൻ മാസ്കുലിൻസിനല്ലാതെ വേറെ എന്ത് നോക്കിയാലും എനിക്കവിടെ വലിയ രീതിയിൽ ബ്ലോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമൻറ്റിലുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ ജനറേഷൻസ് മാരേജ് ചെയ്തില്ലെങ്കിൽ ജനറേഷൻസ് അവിടെ നിന്ന് പോകില്ലേ. എൻ്റെ ഒരു പണ്ടുള്ള കോൺസെപ്റ്റ്, ട്വിൻ ഫ്ലെയിം ആവുന്നതിന് മുന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ജനറേഷന് കൊടുക്കുമ്പോൾ, ലൈക്ക് എനിക്കൊരു ബേബി ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ട്രോമയിലാണെങ്കിൽ എനിക്കുണ്ടാവുന്ന ആ ഒരു സന്തതിയും ട്രോമറ്റൈസ്ഡ് ആയിരിക്കും. ആ ഒരു ട്രോമയൊക്കെ തന്നെ എല്ലാവർക്കും കിട്ടുക. എന്നാൽ ഞാൻ ഹീൽഡായി റിവേക്കൻഡ് ആയിട്ടാണ് ഞാനൊരു ബർത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ചൈൽഡിനും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ഡിവിനിറ്റി, ഒരു ഡിവൈൻ ചൈൽഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വെരി കറക്റ്റ്. ഓക്കെ, അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ കുറേ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പരമ്പര നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ എന്താണ് കാര്യം? നല്ലൊരു ചൈൽഡ് അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഇല്ലാതെ കുറേ കുട്ടികൾ ജനിച്ചിട്ട് എന്താ കാര്യം? കൂടുതലും അത് എർത്തിലേക്ക് വൈബ്രേഷൻസ് നെഗറ്റീവ്, അവർക്ക് ഹെൽത്ത് കണ്ടീഷൻസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി വേദനിക്കുമ്പോഴും എനർജി പുറത്തേക്ക് പോകുന്നതും ഒരു വൈബ്രേഷൻസിനെ താഴ്ന്ന വൈബ്രേഷൻസ് ആയിരിക്കും. സോ നമ്മൾ മാക്സിമം ട്രോമ എല്ലാം ഹീൽ ചെയ്തതിന് ശേഷം ഒരു റിലേഷൻഷിപ്പിലോ ഒരു മാരേജിലോ പോവുകയാണെങ്കിൽ അവിടെ ചേഞ്ച് വരും, നമ്മുടെ പാർട്ട്ണർക്കും ചേഞ്ച് വരും. നമ്മളിൽ നിന്ന് നമ്മളെ കൂടെ മറ്റേ ഒരു ഇത് പറയില്ലേ, എന്താ കുങ്കുമം, എന്താ പറയുക, എനിക്കത് കറക്റ്റ് കിട്ടുന്നില്ല. ലൈക്ക് ഇതാണ് അതിനർത്ഥം. കുങ്കുമം എന്തിൻ്റെ ഒപ്പം നിന്നാലും ആ സ്മെല്ല് അതിലേക്ക് വരുമെന്ന് പറയുന്ന പോലെ നമ്മളുടെ എനർജി പുറത്തേക്ക് പോകുന്നത് അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും ആ ചേഞ്ചസ്, ആ ഒരു കാറ്റടിക്കുക, അവർക്ക് അലയടിക്കുന്ന പോലെ. സോ എൻ്റെ ഒരു ജേണിയിൽ എന്നെ ഡിസ്കവർ ചെയ്യുക, സെൽഫ് ഡിസ്കവർ ചെയ്യുക. അതിൽ DM വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ഐ എം സോ ഹാപ്പി വിത്ത് മൈ സെൽഫ് നൗ. ഞാൻ ഭയങ്കര പീസ്ഫുൾ ആ ഒരു അൾട്ടിമേറ്റ് പീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് അൾട്ടിമേറ്റായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടത്. പൈസ, പണം, അതൊക്കെ ഒരു ലൈഫിന് വേണ്ടി വരും. പക്ഷെ ഒരു പീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനമാണ് എല്ലാം, ആ പീസ് അത് അറിയുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളും കർമ്മയും എല്ലാം അറിയുന്നത് കൊണ്ട് നമുക്ക് ഈസിയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ 3D വേൾഡിൽ പെട്ട് കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര സൊസൈറ്റി കോൺഷ്യസ്നെസ്സാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് ചെയ്യും, എൻ്റെ ലൈഫിൽ ഇങ്ങനെ എനിക്ക് ഈ എക്സാമിൽ പാസ്സായില്ല, അപ്പോൾ അവരെന്ത് വിചാരിക്കും, എന്നെ കളിയാക്കില്ല, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ കുറേ കുട്ടികൾ കണ്ടില്ല, റിസൾട്ട് വരുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യുന്നത്. ഫുൾ A+ കിട്ടിയിട്ടും ഒരു A+ൻ്റെ കുറവൊക്കെ വരുമ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത്. അതെന്താ? അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പാരൻസ് കമ്പാരിസനാണ്. അങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് വന്ന ട്രോമയാണ്. ആ ഒരു ട്രോമ, ആ ജനറേഷണൽ ട്രോമ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. അങ്ങനെ ആവാതെ ഒരു ജനറേഷനെ കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേരും അവേക്കൻഡായിട്ട് വരുന്ന ഒരു ചൈൽഡിന് സ്റ്റാർ സീഡ് അല്ലെങ്കിൽ ഡിവൈൻ ചൈൽഡായിരിക്കും. ആ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പവർ ഉണ്ടായി. നമ്മൾ മരണപ്പെട്ടു പോയാലും ആ കുട്ടിയിലൂടെ എന്തുണ്ടായിരിക്കും, യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊരു ബ്ലെസ്സിങ്സ് കിട്ടും, ഹീലിങ്സ് കിട്ടും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി എൻ്റെ ഡെസ്റ്റിനി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇനി എനിക്ക് വേറൊരു പാർട്ട്ണറുമായിട്ടുള്ളൊരു കർമ്മ ഉണ്ട്, ഉറപ്പാണെങ്കിൽ ഐ നീഡ് ടു മാരി ചെയ്യേണ്ടി വരും. അത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് പറയാം, മാക്സിമം ഞാൻ ഹീലിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി കാവൽ ഇരിക്കുകയല്ല. ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നുണ്ട്, ആളുടെ ലൈഫ് ലിവ് ചെയ്യുന്നുണ്ട്, ഞാൻ ബോധം ചെയ്യുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ എല്ലാവരുടെയും ജേർണി ഇൻഡിവിജ്വൽ ആണെന്നറിയാം. സോ ഇത് പുതിയതായി കാണുന്നവരുടെ ആയിരിക്കാം
അപ്പോൾ എനിക്കിങ്ങനെ ചിന്തിച്ചവർക്കൊരു ഉത്തരം പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാം ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് മാത്രമല്ല, ഏതൊരു ജേർണി അല്ലെങ്കിൽ ഒരു ജേർണിയിലല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ മാക്സിമം ഇന്നർ വർക്ക് ഇല്ലേ, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത്. നന്നായി ഇന്നർ വർക്കൊക്കെ ചെയ്ത് ട്രോമാസ് ഹീൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ റിയൽ പ്യുവർ സോളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല വൈബ്രേഷനുള്ള പേഴ്സൺസ് ആയിരിക്കും നമ്മളിലേക്ക് വരാം. അല്ലെങ്കിൽ കർമ്മയുള്ളവരാണ് വരുന്നതെങ്കിൽ പോലും അവർക്ക് ആ ചേഞ്ച് വരും. കാർമിക്കിൽ നിന്ന് ആ സോൾമേറ്റിലേക്കുള്ള ഷിഫ്റ്റ് വരും. ഓക്കെ, നമ്മുടെ എനർജി അനുസരിച്ചിട്ടാണ് ആ ചേഞ്ച് വരിക. നമ്മൾക്കൊരു ഒരു പൊട്ട അനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എവിടേക്കോ നമ്മൾ ആർക്കും ഈ അനുഭവങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ DM-ൻ്റെ കേസിൽ DM നമ്മൾ നമ്മൾക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നില്ല. നമ്മളിതുപോലെ എത്ര പേർക്ക് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ നമ്മൾ അവർക്കൊക്കെ എല്ലാവരും ഒരുപോലെ കണ്ടുവരുമ്പോൾ DM-നും നമ്മളങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഇതൊക്കെ ഈ ജേണി പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേണി പറയുന്നത്. നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് പുറത്തല്ല നോക്കണ്ട, നമ്മളെല്ലാവരും ഉള്ളിലേക്കേ നോക്കണം. പുറത്ത് നോക്കിക്കൊന്നും ഒന്നും കാണില്ല, 3D മെട്രിക്സ് മാത്രമാണ്. പക്ഷേ ഒരുവൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവനവിടെ മാറ്റങ്ങൾ വരിക ചെയ്യുക. കുറേ പേർക്ക് ടാരോ റീഡിങ് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് പറയണത് കേൾക്കാം, ഏഞ്ചൽസ് മെസ്സേജൊക്കെ എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് നോക്കൂ, ഹീൽ ചെയ്യൂ, ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ്. ഹെയറോഫൻ്റെ കാർഡ്സൊക്കെ വരും. നമ്മളെ സ്പിരിച്വൽ ജേർണി മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകും ഇങ്ങനെ റിപ്പീറ്ററായിട്ട് പറയണത് കേൾക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് അവർ കേൾക്കാറുണ്ട്. കേൾക്കുന്നവർക്ക് അതിൻ്റെ മാറ്റം വരാറുണ്ട്, കേൾക്കാത്തവർ പിന്നെയും ആ ലൂപ്പിൽ ഇങ്ങനെ നിൽക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിമിലല്ലാതെ വേറൊരു പേഴ്സണെ റിയൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ യൂണിവേഴ്സായിട്ട് പല രീതിയിലും ബ്ലോക്സൊക്കെ ഉണ്ടാക്കി വെക്കും. ചിലവർക്ക് ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കില്ല. മേ ബി വേറൊരു പേഴ്സണുമായിട്ടൊരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് അവിടെ വേണ്ടി വരുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ വേറൊരു സോൾമേറ്റോ അല്ലെങ്കിൽ വേറൊരു കാർമിക് പാർട്ട്ണറോ ഉണ്ടാവില്ല. എനിക്ക് ഡെസ്റ്റിനി ചിലപ്പോൾ ട്വിൻ ഫ്ലെയിമിനായിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് എല്ലാ റിലേഷൻഷിപ്പും പ്രപ്പോസൽസും അങ്ങനെ വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇടുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ എന്ന് കരുതി ഞാൻ എൻ്റെ DM-നെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല. ഞാൻ ഓരോ ദിവസവും എന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പാഷനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കിയത്. ഇപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി ഡാൻസൊക്കെ ചെയ്യുന്നു. അതിൻ്റെ റിലാക്സേഷനും അതിൻ്റെ ആ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. ഒന്നുകൂടി കൂടുതൽ ഞാൻ എന്നെ സെൽഫ് കെയർ ചെയ്യുന്നു. ബ്യൂട്ടി കോൺഷ്യസ് ആവും. ഞാനങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് കുറച്ച് ലേസിയാണ് ബ്യൂട്ടിയിലൊക്കെ എന്ന് കരുതി അങ്ങനെ മേക്കപ്പ് അങ്ങനെയൊന്നും എനിക്കൊന്നും അങ്ങനെ ചേരാറില്ല. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അമ്മ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എന്നെ അമ്മ ടച്ചൊക്കെ ചെയ്ത്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഓർഗാനിക്കായുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ഫേഷ്യലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ എൻ്റെ കിച്ചണിലുണ്ടാകുന്ന ഈ മറ്റേ കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ എന്നെ പരീക്ഷിക്കുക. എനിക്കതൊക്കെയാണ് ഒന്നുകൂടെ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത്. കൂടുതൽ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ തോട്ടിലിരിക്കുന്നു, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. കുറേ ഡ്രീം സ്റ്റേറ്റിലും അല്ലെങ്കിൽ എനിക്കിങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറ്റുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന പോലെ ജസ്റ്റ് വരും. അതെന്ന് വെച്ചാൽ ക്രൗൺ ഓപ്പൺ ചെയ്തിട്ട് റൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഫംഗ്ഷന് നിൽക്കുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനത് ക്രൗൺ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്തിട്ടാണ് എവിടെ പോകുമ്പോഴും ചെയ്യും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പം നമുക്ക് കരിയർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. അപ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കും, അയ്യോ എന്ത് പറ്റി, എവിടെ ബ്ലോക്കായാലോ, എന്താ അത് കണ്ടിന്യൂ ചെയ്യാത്ത, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും വരും. ഞാനിങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇതിനെ ക്രൗൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ്. ഇന്നാരും എന്നെ പറ്റി ഒന്നും ചോദിക്കേണ്ട, എല്ലാവരും പോസിറ്റീവായിട്ട് ആർക്കും ഒന്നുകൂടെ എന്നോട് ചോദിക്കാൻ തോന്നരുത് എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് അഫർമേഷൻ പറഞ്ഞിട്ട് പോകും. അതുപോലെ തന്നെ ആരും എന്നോടൊന്നും ചോദിച്ചില്ല. എല്ലാവരും ഭയങ്കര സ്മൈൽ ചെയ്തു. അത്ര സമയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് നമ്മൾ എന്താണോ നമ്മളിൽ നിന്ന് അഫർമേഷൻസ് കൊടുക്കുന്നത് അതുപോലെ വരാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഫംഗ്ഷന് പോകുന്നുണ്ട്, ഇപ്പോൾ ചോദിക്കും എൻ്റെ കല്യാണം ആയില്ലേ, അല്ലെങ്കിൽ കല്യാണം ആയി ചോദിക്കുമോ എന്ന് അങ്ങനത്തെ ഒരു അഫർമേഷൻസ് മനസ്സിൽ മാനിഫെസ്റ്റഡ് ആയത്. അപ്പോൾ എല്ലാവരും ചോദിക്കും. എന്നാൽ തിരിച്ച് പറയുകയാണ്, ഇന്ന് എല്ലാവരും എന്നോട് നല്ല ഹാപ്പിയോടെ സ്മൈൽ ചെയ്തിട്ട് മാത്രമാണ്, വേറെ ഒരു വിശേഷങ്ങൾ എന്നോട് ചോദിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയോക്കെ ഇതവിടെ ആരും ഒന്നും ചോദിക്കില്ല. എനിക്കിപ്പോൾ ഇന്നലെ ഉണ്ടായാലും ഭയങ്കര ഹാപ്പി
ഇന്നർ പീസിൽ അങ്ങനെ അത് പോവും. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് സത്യത സെൽഫ് ഡിസ്കവറിയാണ്. ഓക്കെ, അതിൽ DM വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രസൻസിൽ അവർക്കും ഹീലിംഗ് നടക്കണം. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ റീയൂണിയൻ പോസിബിലിറ്റീസൊക്കെ ഉണ്ട്, അത് സോൾ പർപ്പസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇന്നർ വർക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ലൈക്ക് നമ്മൾ TMനെ മറന്നുകൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക. എനിക്കുണ്ടായ സംഭവം ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലായിടത്തു നിന്നും ഒരു ബ്ലോക്കായിരുന്നു, അല്ലെങ്കിൽ അതിങ്ങനെ നടക്കാതെ അതിങ്ങനെ സ്റ്റോപ്പായി അത് വിട്ട് പോകുന്നതായിരുന്നു കണ്ടിട്ടുള്ളത്. കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പാരൻസും നിർത്തിയൊക്കെ ലെറ്റ് ഇറ്റ് ബി എന്നാക്കി. ടൈം ഉണ്ട്, 29 ഏജിലൊക്കെയാണ് എൻ്റെ മാരേജ് പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിചാരിച്ചു, കാരണം അതായിരിക്കാം ഒന്നും നടക്കുന്നില്ല, ലെറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡെസ്റ്റിനിയിലുള്ളത് പോലെയാണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും അത് ഞാൻ ഗോ വിത്ത് ദ ഫ്ലോ ആണ്. എന്തായാലും യൂണിവേഴ്സിനെ ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡിവൈനായിട്ട് അത്രയും ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറായിട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും അറിയാം. എന്താണെങ്കിലും അതെൻ്റെ നല്ലതിനാണ്. ഞാൻ അത്രയും 2 കൈകൊണ്ട് സ്വീകരിക്കുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, DM അല്ല വേറൊരു പേഴ്സൺ എന്തുവാണെങ്കിൽ പോലും ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. എൻ്റെ സോളിൻ്റെ കൂടുതൽ എവല്യൂഷൻ ആയിരിക്കാം അവർ വരുന്നുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അത് പോസിറ്റീവായിട്ട് കാണുള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.